മതേതരത്വത്തിൻ്റെ വക്താവായി നിൽക്കുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയാണ്. ആരാണ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ്. അതായത് പാലക്കാട് വോട്ട് കൂടി CPM-ൻ്റെ, മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞു. CPM-ൻ്റെ വ്യത്യാസം കുറഞ്ഞു എന്നാണ് ഞാൻ ഓർത്തത്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും 3-ാം സ്ഥാനത്താണ് ക്ലാസ്സിൽ. അപ്പോൾ അമ്മ എപ്പോഴും വഴക്ക് പറയും. അപ്പോൾ അവരോട് നീ 2-ാം സ്ഥാനത്തെങ്കിലും എത്താൻ നോക്കാൻ പറയും. അപ്പോൾ ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2-ാം സ്ഥാനക്കാരൻ്റെ തൊട്ടടുത്തെത്തി അമ്മയെന്ന് ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ചോദിച്ചു, നിൻ്റെ മാർക്ക് കൂടിയാന്ന് ചോദിച്ചു. എൻ്റെ മാർക്ക് കൂടിയില്ല, അവൻ്റെ മാർക്ക് കുറഞ്ഞു, എൻ്റെ അടുത്തെത്തി. അപ്പോൾ അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു. അതല്ലേ ഇവിടെ നടന്നത്? എങ്ങനെയാണ് CPM-ഉം 2-ാം സ്ഥാനമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത്? CPM-ൻ്റെ വോട്ട് കൂടിയിട്ടാണ്. 50,000 വോട്ടുണ്ടായിരുന്ന CPM-ൻ്റെ വോട്ട് 39,000 വോട്ടായി മാറി. അപ്പോഴാണ് CPM അടുത്തു വന്നെന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്? CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു എന്ന്. BJP-യുടെ വോട്ട് കുറഞ്ഞതാണ്, താഴേക്ക് പോയതാണ്. ആ BJP-യുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതാണ് അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി. CPM-ൻ്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാട്ടിൽ. ഇവിടെ ആ 3-ാം സ്ഥാനം നിലനിർത്തി. 1000 വോട്ട് 900 ചില്ലാൻ വോട്ട് കൂടിയെന്നാണ് പറയുന്നത് 2021-നേക്കാൾ. 2021 ശേഷം 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ CPM-ന് ഷെയർ ഒന്നുമില്ലേ? 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്, അതിൽ ഷെയർ ഇല്ലേ? എന്നിട്ട് പറയുകയാണ്, എന്നിട്ടൊരു വ്യാപകമായ പ്രചരണം SDP-യുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത്. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു. അതായത് BJP-യുടെ വോട്ടാണ് 11,000-ഓളം വോട്ട് കുറഞ്ഞത്. അതിൽ നിന്നുള്ള ഷെയറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വോട്ടാണ് ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത്. BJP-ക്ക് ശ്രീധരന് പോയ വോട്ടിലെ ഒരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം ഉണ്ടായത്. ഈ ശ്രീധരന് പോയ വോട്ട് SDP-യുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പോയത്? അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത്. ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് 6,000 വോട്ട് പോളിംഗ് കുറഞ്ഞു, 11,000 വോട്ട് BJP-യുടെ കുറഞ്ഞു. ബാക്കിയുള്ള 5,000-ഓളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത്. ആ വോട്ട് SDP-യുടെ വോട്ടാണ്. എന്നിട്ട് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ CPM-മായി ചേർന്നിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യാണ്. ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ്. ഈ വിജയം തന്നെയാണ്. CPM മനസ്സിലാക്കേണ്ടത്, CPM പാലക്കാട് ദയനീയമായ 3-ാം സ്ഥാനത്തേക്ക് പോയി അല്ലേ? പാലക്കാട് ചേലക്കരയിൽ അവർ 40,000 വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞു. 28,000 വോട്ട് നഷ്ടപ്പെട്ടു. 75,000-ഓളം വോട്ട് വയനാട് കുറഞ്ഞു. എന്നിട്ട് പറയാൻ ഒരു ജനവിരുദ്ധ ആന്റി ഇൻകംബൻസി ഇല്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ അവർ വിശ്വസിക്കാതെ അങ്ങനെ വിശ്വസിക്കട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയാനാണ്. പിന്നെ BJP-യുടെ കാര്യം പറഞ്ഞാൽ ഞാനതൊന്നും പറയുന്നില്ല. ഇലക്ഷന് മുമ്പ് പറഞ്ഞു, VD സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും, കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകും, പാലക്കാട് എല്ലാം BJP സംസ്ഥാന പ്രസിഡന്റാണ്, എനിക്ക് കണ്ടകശനിയാണ്, എന്നെയും കൊണ്ടേ കണ്ടകശനി പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ എന്നെയല്ല അദ്ദേഹത്തെയും BJP-യാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമുണ്ട്. അത്രമാത്രം പരിമിതമായ വാക്കുകളോടുകൂടിയേ ഞാനതിന് മറുപടി പറയുന്നു. പരിമിതമായ വാക്കുകളോടുകൂടി. അദ്ദേഹം അത്ര ഇതായിട്ടാണ് പറഞ്ഞത്. CPM-ഉം BJP നേതാക്കളും ഒരേപോലെയാണ് വ്യക്തിപരമായി എനിക്ക് നേരെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ആക്രമണം നടത്തിയത്. ഞാനത് ഗൗരവമായി എടുക്കുന്നില്ല, എനിക്കതിൽ പ്രതിഷേധമില്ല, വിഷമവുമില്ല. പക്ഷെ സംഭവിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമാണ്. രാഷ്ട്രീയ പോരാട്ടമാണെന്ന് താങ്കളും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു. അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത് തീർച്ചയായിട്ടും രാഷ്ട്രീയ മത്സരമല്ല എല്ലായിടത്തും നടന്നത്. ചേലക്കര മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചേലക്കരയിലും പാലക്കാടും വയനാടും നടന്നത് രാഷ്ട്രീയ പോരാട്ടമല്ലേ? അവിടെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ 40,000-ഓളം വോട്ടിന് CPM ജയിച്ച 2021-ലെ അസംബ്ലി സീറ്റിൽ ഞങ്ങൾ CPM-ന്റെ ഭൂരിപക്ഷം 12,000-ആക്കി കുറച്ചു.
കുറെ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നന്നായി അവിടെ വർക്ക് ചെയ്തു, ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ നന്നായി വർക്ക് ചെയ്തു പറഞ്ഞല്ലോ. അതിനെന്താ? അല്ലല്ലോ, അങ്ങനെയല്ല. എല്ലായിടത്തും രാഷ്ട്രീയം. ഇപ്പോൾ പാലക്കാട് എന്താ രാഷ്ട്രീയ മത്സരമല്ലേ? സൗന്ദര്യ മത്സരമാണ് നടന്നത്. അല്ല, പാലക്കാട് സൗന്ദര്യ മത്സരം നടന്നതാണ്. അല്ല, അത് ചേലക്കരയിൽ പ്രസംഗിക്കുമ്പോൾ പറയും ഇവിടെ രാഷ്ട്രീയ മത്സരം നടക്കുക. പാലക്കാട് നടന്ന സൗന്ദര്യ മത്സരമാണ്. എല്ലായിടത്തും നടന്ന രാഷ്ട്രീയമായ മത്സരവും രാഷ്ട്രീയമായ കാര്യങ്ങൾ. എത്ര വിവാദങ്ങളും എത്ര പ്രശ്നങ്ങളും ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് എന്തെല്ലാം ഉണ്ടായി. കത്ത് വിവാദം, പാതിരാ നാടകം, പെട്ടി വിവാദം, സ്പിരിറ്റ് വിവാദം, സന്ദീപ് വാര്യർ വിവാദം, അവസാനം പരസ്യ വിവാദം. 1/2 ഡസൻ സംഭവങ്ങളുണ്ടായി പൊളിറ്റിക്കലായിട്ട് അവിടെ. ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിയിട്ട് CPM 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ വഷളാക്കാൻ, BJP ജയിപ്പിക്കാൻ വേണ്ടി 1/2 ഡസൻ വിവാദം ഞങ്ങൾക്കെതിരെ ഉണ്ടായി. എല്ലാം തിരിച്ചടിച്ചു CPM-ന്. അത്രയേ ഉള്ളൂ. ഓരോ SDP നേതാക്കളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തും കൂടുതൽ പല സ്ഥലത്തും സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലത്തും പലരുമായിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണ്ടാവും. ഇപ്പോ വെൽഫെയർ പാർട്ടിക്കെതിരായിട്ട് ആഞ്ഞടിക്കാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അല്ലെ? ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് എൻ്റെ മൊബൈൽ ഫോണിൽ പിണറായി വിജയനും ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും കൂടി നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂടുന്നതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് എന്തിൻ്റെ അസുഖമാണ് എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം. ദേശാഭിമാനി പത്രം 96 ഏപ്രിൽ 22-ാം തീയതി എഴുതിയ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപ്രസംഗം ഞാൻ കാണിച്ചു തരാം. അതായത് ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം. എല്ലായിടത്തും ജമാഅത്ത് ഇസ്ലാമിയെ ഒരുമിച്ചായിരുന്നില്ലേ CPM? എന്നിട്ട് ഇപ്പോൾ വന്ന് പറയാം നിങ്ങളുടെ കൂടെ ഫോട്ടോ ഞാൻ 100 എണ്ണം കാണിച്ചു തരാം. പിണറായി വിജയന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടംപോലെ പണം കാണിച്ചു തരാം. അല്ല, ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കില്ല. അവര് പരസ്യമായി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അന്നങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ, അല്ല എടുത്തല്ലോ. എല്ലാ ദിവസവും രാവിലെ അത് നിങ്ങൾക്കെല്ലാം തന്നതല്ലേ, എഴുതി തന്നതല്ലേ? അല്ലല്ല, കേൾക്ക്. അല്ല, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വോട്ട് വാങ്ങിക്കും. ഞങ്ങൾ ജനറലി പറഞ്ഞു, നിങ്ങൾ ആരും പിണറായി വിജയനോടൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ. ഇവിടെ ഈ എറണാകുളത്തെ സ്ഥാനാർത്ഥിയുടെ എഴുതി വെച്ചേക്കണ ബോർഡ് എൻ്റെ കയ്യിലുണ്ട്. PDP പിന്തുണയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നയാളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് LDF കമ്മിറ്റി എഴുതി വെച്ചേക്കണ ബോർഡ് എവിടെയെന്നറിയാം? കുറച്ച് PDP-കാരുള്ള കുറച്ച് മുസ്ലിം വോട്ടുള്ള സ്ഥലത്തുകൊണ്ട് ആ ബോർഡ് വെച്ചിരിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. അതാ ഞങ്ങളുടെ നിലപാട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 35 ദിവസം പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത് CAA, മറ്റേ ഹമാസ്, മറ്റേ ഗാസയിലെ പോരാട്ടം ഒക്കെ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ മിണ്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നേരെ മാറിയിട്ട് പാണക്കാട് ശിഹാബലി തങ്ങൾ, SDPI, പിന്നെന്താ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയും. ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടുതരാം, എൻ്റെ മൊബൈൽ ഫോണിലുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം. അത് പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം. ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പല്ല, ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും SDPIയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഇവരെയൊക്കെ പിടിക്കാൻ വേണ്ടി UDF കുറെ നോക്കിയതാ. പക്ഷെ അവർക്ക് അറിയാം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് ഈ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതാ. ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്കും, അദ്ദേഹം എന്താണ് ഇങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറ്റി ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിക്കേ. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന ആളല്ലേ. ഇദ്ദേഹത്തോടൊരു ചോദ്യം പോലും ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അല്ലല്ല, അതൊക്കെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയേണ്ട ആവശ്യമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ നിലപാടിതാ. ഞങ്ങൾ അല്ലല്ല, ഓരോ പാർട്ടിയും ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എല്ലാവരും ചോദിച്ചു, ഓരോ പാർട്ടി വർഗീയ പാർട്ടിയാണോ മതേതര പാർട്ടിയാണെന്ന് ഉള്ള അളവുകൾ എടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സെക്യുലർ സ്റ്റാൻഡാണ്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. നാണം കേട്ട അവസാനം മുസ്ലിം സംഘടനകളുടെ 2 പത്രത്തിൽ കൊണ്ടുപോയി പരസ്യം കൊടുത്ത പാർട്ടിയല്ലേ. എന്ത് തീവ്ര വലതുപക്ഷമാണ് ഇവർ.
ഇവരെന്ത് ഇടതുപക്ഷമാണ്, എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? തലയിൽ തുണിയിട്ടുണ്ട് ഇറങ്ങും. അവസാനത്തെ ദിവസം വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി സംഘപരിവാർ പോലും നാണം കെടുത്തുന്ന രീതിയിൽ, അവര് നാണം കെടുത്തുന്ന രീതിയിൽ 2 മുസ്ലിം പത്രത്തിൽ മാത്രം വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് പരസ്യം കൊടുത്തതിനെ പറ്റി ചോദിക്കുക. അത് ചോദിക്കുക ഞങ്ങളുടെ സ്റ്റാൻഡ്, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ആദ്യം മുതലേ ഒരു കോംപ്രമൈസും ഇല്ല, ഒരു രീതിയില്ല.